ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ഓട്ടോമൊബൈൽ സെക്ടർ. ഓട്ടോമൊബൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് തന്നെ 3% ഉയർന്നു. ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോർ കോർപ്പ്, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, TVS മോട്ടോർ, ഐഷർ മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകൾ 3 മുതൽ 5% ഉയർന്നു. ഓട്ടോ ആൻസിലറി സെഗ്മെൻറ്റിൽ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യ, സംവർദ്ധൻ മദർസൺ ഇന്റർനാഷണൽ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, MRF, ബോഷ് തുടങ്ങിയ സ്റ്റോക്കുകൾ 2 മുതൽ 6% ഉയർന്നു. ഇന്ന് നിഫ്റ്റി 0.80% ഉയർന്നപ്പോൾ ഓട്ടോ ഇൻഡെക്സ് 2.5% ഉയരുകയും മന്ത്ലി ബേസിസിൽ ഓട്ടോ ഇൻഡെക്സ് 9.5% ഉയരുകയും ഡെയിലി ബേസിസിലും മന്ത്ലി ബേസിസിലും ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇന്ന് ഓഗസ്റ്റ് മാസത്തെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് ഡേറ്റ കൂടി പുറത്തു വന്നിരുന്നു. സെയിൽസ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ സെയിൽസ് ഡേറ്റ ജൂലൈ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ വീക്കാണ്. എന്നിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ശക്തമായ ബൈയിങ് വന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം GSTയിൽ വരാൻ പോകുന്ന ഇളവ് ഓട്ടോ സെയിൽസിന് പിന്നിലെ ഒരു ഫ്രഷ് ട്രിഗറായി പ്രവർത്തിക്കും എന്നുള്ള മാർക്കറ്റിൻ്റെ അനുമാനം മൂലമാണ്. ഇതുമൂലം ഓല ഇലക്ട്രിക് മൊബിലിറ്റി, ഏതർ പോലുള്ള സ്റ്റോക്കുകൾ 15 മുതൽ 14% ഉയരുകയും ചെയ്തു. ഇവിടെ ജൂലൈ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് കുറഞ്ഞതും മാർക്കറ്റ് ഒരു ഓഗസ്റ്റ് മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസിൽ വന്നിരിക്കുന്ന ഇടിവും മാർക്കറ്റ് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ അധിക മൺസൂൺ ലഭിക്കുന്നത് മാർക്കറ്റിനെ പോസിറ്റീവ് സൈഡിലേക്ക് നീക്കുന്നുണ്ട്. ഇത് 2 വീലേഴ്സിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുമെന്നും മാർക്കറ്റ് അനുമാനിക്കുന്നുണ്ട്. ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻ്റം വന്നത്. ഒട്ടുമിക്ക ഓട്ടോമൊബൈൽസിൻ്റെയും GST 18% കുറയുന്നത് വഴി പാസഞ്ചർ വെഹിക്കിൾസ്, 2 വീലേഴ്സ്, കൊമേഴ്സ്യൽ വെഹിക്കിൾസ് എന്നിവയുടെ ഓവറോൾ വിലയിൽ അല്ലെങ്കിൽ ഓൺ റോഡ് വിലയിൽ 3 മുതൽ 8% ഇടിവുണ്ടായേക്കാം. ഇത് ഓട്ടോമൊബൈൽ സെക്ടറിന് പിന്നിലെ ഒരു പ്രധാന കാറ്റലിസ്റ്റായി അല്ലെങ്കിൽ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഓട്ടോ ആൻസിലറി സെക്ടറിൽ പ്രത്യേകിച്ചും ടയർ മാനുഫാക്ചറിംഗ് കമ്പനികളിലും ബാറ്ററി മാനുഫാക്ചറിംഗ് കമ്പനികളിലുമൊക്കെ ഓട്ടോമൊബൈൽസിൻ്റെ സെയിൽസ് വർദ്ധിക്കുന്നതിന് പ്രൊപ്പോർഷണലായ രീതിയിലുള്ള വർധനവുണ്ടായേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ടയർ സെക്ടറിലെ സ്റ്റോക്കുകളും ബാറ്ററി മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇനി കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു ആട്ടോ ആൻസിലറി സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് റോളക്സ് റിങ്. റോളക്സ് റിങ് ഇന്ന് 2% ഉയർന്നെങ്കിലും 52 വീക്ക് ലോയ്ക്ക് അടുത്തിട്ട് ലഭിക്കുന്നതും 50% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ ഒരു ഓട്ടോ ആൻസിലറി സെക്ടറിലെ സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 2794, 52 വീക്ക് ലോ 1210. സ്റ്റോക്ക് 1390 ട്രേഡ് ചെയ്യുന്നു. റോളക്സ് റിങ് എന്ന കമ്പനി ഓട്ടോമൊബൈൽസിന് ആവശ്യമായിട്ടുള്ള ഫോർജ്ഡ് ആൻഡ് മെഷീൻഡ് കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ 25% റവന്യൂ അമേരിക്കയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ സ്റ്റോക്കിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പ്രതികൂലമായി ബാധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് 50% കറക്റ്റായത്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് സ്റ്റോക്ക് 15% കറക്റ്റ് ആവുകയും ചെയ്തു. അതേസമയം സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ IDBI ക്യാപിറ്റൽ സ്റ്റോക്കിന് ഹോൾഡ് എന്ന റേറ്റിംഗും 1500 രൂപയുടെ ടാർഗറ്റും നൽകി. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും ഇംപ്രൂവ്ഡ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്. കൂടാതെ ബെയറിംഗ് സെഗ്മെൻറ്റിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സെപ്റ്റംബർ 4 സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗും വിളിപ്പിച്ചിട്ടുണ്ട്. 1200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1500, 1600 പോലുള്ള ടാർഗറ്റുകളാണ് റോളക്സ് റിങ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്